നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ആസ്ട്രോളജി പ്രകാരമുള്ള 27 നക്ഷത്രങ്ങൾക്കും അവരുടേത് മാത്രമായി ഒരു ക്ഷേത്രമുണ്ട്. അതെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാത്രമായൊരു ക്ഷേത്രം. ഇതിനെ നക്ഷത്ര ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവരനുഭവിക്കുന്ന പല പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. അതിനെ ഗ്രഹനില കാരണമുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി, അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലാതെയുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഇതിൽ നിന്നെല്ലാം വലിയ ആശ്വാസം ലഭിക്കാൻ അവരവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴാൻ പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇതിന് ഏറ്റവും നല്ലത് അവരവരുടെ പിറന്നാൾ ദിനമോ അല്ലെങ്കിൽ എല്ലാ മാസവും അവരുടെ നക്ഷത്രം വരുന്ന ദിവസവും നോക്കി അവരവരുടെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ്. ചില നക്ഷത്രവും അവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്കിന്ന് കേൾക്കാം. പറയുന്നത് പൊതുവെ രോഹിണി നക്ഷത്രക്കാർ കാണാൻ വളരെയധികം ഗാംഭീര്യമുള്ള ആൾക്കാരായിരിക്കുന്നതാണ്. ഇവർക്ക് വിദ്വാൻമാരുമായി കൂട്ടുകൂടാൻ വലിയ ഇഷ്ടമാണ്. ഇവർക്ക് യാത്രകൾ വലിയ ഇഷ്ടമാണ്. ഇവർക്ക് ധാർമ്മികമായ കാര്യങ്ങളിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കല, നൃത്തം, സംഗീതം ഇവയിലെല്ലാം ഇവർ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കും അത്രേ. പറയുന്നത് പൊതുവെ രോഹിണി നക്ഷത്രക്കാർ വളരെയധികം പോപ്പുലർ ആയിരിക്കുന്നതാണ്. അതായത് ഇവർക്ക് ചുറ്റിലുമുള്ള ആൾക്കാർക്ക് ഇവരെ വലിയ ഇഷ്ടമായിരിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ പാണ്ഡവ ദൂത പെരുമാൾ എന്നാണ്. ശ്രീ പാണ്ഡവ ദൂത പെരുമാൾ ക്ഷേത്രം ഇത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കാഞ്ചീപുരം ജില്ലയിലാണ് ഈ ക്ഷേത്രം. ഏകദേശം 1000 മുതൽ 2000 വർഷം വരെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് ഭക്തർ പറയുന്നു. ഭക്തർ പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് പ്രശ്നമായിരുന്നാലും ശരി, അവർ നേരിടുന്ന എന്ത് പ്രശ്നമായിരുന്നാലും അവർക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും അത്രേ. അടുത്ത നക്ഷത്രം മകയിരമാണ്. പറയുന്നത് പൊതുവെ മകയിര നക്ഷത്രക്കാർ വളരെയധികം വിശാല മനസ്കരായിരിക്കുന്നതാണ്. ഇവർക്ക് പല വിഷയങ്ങളിലും കൃത്യമായ അറിവുണ്ടായിരിക്കുന്നതാണ്. പലതരം കഴിവുകളുണ്ടായിരിക്കുന്നതാണ്. ഇവർക്ക് പണം സമ്പാദിക്കുന്നത് വളരെയധികം ഇഷ്ടമാണത്രേ. വളരെയധികം ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് ഇവർ എന്ന് പറയപ്പെടുന്നു. എല്ലാവരും അല്ലെങ്കിലും ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാവത്രേ. എന്നാലും ഇവർക്ക് ചാരിറ്റി അഥവാ ദാനം പോലെ പ്രവൃത്തികളിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. മിക്ക മകയിര നക്ഷത്രക്കാർക്കും മറ്റുള്ളവരെയും അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. മകയിര നക്ഷത്രക്കാരുടെ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ ആദിത്യ നാരായണ പെരുമാൾ ക്ഷേത്രം എന്നാണ്. ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ്. ജില്ലയുടെ പേര് തിരുവാരൂർ എന്നാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1000 മുതൽ 2000 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. പറയുന്നത് പൊതുവെ തിരുവാതിര നക്ഷത്രമുള്ളവർ നല്ല സ്വഭാവമുള്ളവരാണെന്നാണ്. പ്ലസൻ്റായ ക്യാരക്ടർ ഉള്ള ആൾക്കാരാണെന്നാണ്. ഇതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നു അത്രേ. ഇവർ പണം സമ്പാദിക്കുന്നത് ഒരുപാട് വിവേകത്തോടെയാണ്. അത് ചെലവാക്കുന്നതും വളരെയധികം സൂക്ഷിച്ചും ഒരുപാട് ശ്രദ്ധയോടെയാണെന്ന് പറയപ്പെടുന്നു. ഇവർക്ക് തർക്കിക്കാനുള്ള കഴിവുണ്ടത്രേ. ഇവർക്ക് കലകളിലും വലിയ താല്പര്യമുണ്ടാവും. പൊതുവെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ ഇവർ ഇഷ്ടപ്പെടുന്നു അത്രേ. തിരുവാതിര നക്ഷത്രക്കാരുടെ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ അഭയവരദീശ്വരർ ക്ഷേത്രം എന്നാണ്. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1000 മുതൽ 2000 വർഷം വരെ പഴക്കമുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലെ അറിവ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നക്ഷത്രം കമൻറ്റ് ചെയ്യുക.